നമ്മൾ ദൈവിക സുഹൃതങ്ങളെക്കുറിച്ച് പഠിക്കാൻ ആരംഭിച്ചു. നമ്മൾ 2656 മുതൽ പഠിക്കാൻ ആരംഭിച്ചപ്പോൾ അതിൻ്റെ മാർജിനൽ പാരഗ്രാഫ് അല്പം നീണ്ടതാണ്. 1812 മുതൽ 1829 വരെയുള്ള പാരഗ്രാഫുകളാണ്. അത് നീണ്ടതായതുകൊണ്ട് ഞാനൊരു എളുപ്പ വഴി എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ വായിച്ചാൽ മതി, നിങ്ങൾ വായിക്കാൻ പറഞ്ഞു. പക്ഷേ ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഇല്ല, അതങ്ങനെ സാധാരണ വായിച്ചാൽ പോരാ, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ആ ദൈവിക സുഹൃതങ്ങളുടെ മാർജിനൽ പാരഗ്രാഫുകളായ 1812 മുതൽ 1829 അതിൻ്റെ ഒറിജിനൽ ടീച്ചിങ് ആണ്. ദൈവിക സുഹൃതങ്ങളെക്കുറിച്ചുള്ള പ്രധാന പ്രബോധനമാണ്. അത് പഠിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. കാരണം അത് വളരെ പ്രാധാന്യമുള്ള ഒരു ഭാഗമാണ്. നമ്മുടെ വിശ്വാസത്തിൽ വാസ്തവം പറയുകയാണെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഭാഗമാണ് ഈ ദൈവിക സുഹൃതങ്ങൾ. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഓക്കെ, വളരെ ഗഹനമായ പഠനമാണ്. അതുകൊണ്ട് നിങ്ങളിത് വളരെ ശ്രദ്ധയോടെ കേൾക്കണം. അല്പം ഇംഗ്ലീഷും കൂടി കലർത്തി പഠിക്കുമ്പോഴാണ് അത് ശരിക്കും മനസ്സിലാവുന്നത് കേട്ടോ. ദൈവിക സുഹൃതങ്ങൾ 1812. ഇത് ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ, ഇത് ശ്രദ്ധിച്ച് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ അത്ഭുതകരമായ ഒരവസ്ഥയിലേക്ക് നയിക്കും. അപ്പോൾ 1812 മാനുഷിക സുഹൃതങ്ങൾ മനുഷ്യന്റെ ശക്തികളെ ദൈവിക പ്രകൃതിയിൽ പങ്കുചേരാൻ യോജിച്ചവയാക്കുന്ന ദൈവിക സുഹൃതങ്ങളിൽ വേരുറപ്പിച്ചിരിക്കുന്നു. എന്നാൽ ദൈവിക സുഹൃതങ്ങൾ നേരിട്ട് ദൈവത്തോട് ബന്ധപ്പെടുത്തുന്നു. അവ ക്രൈസ്തവരെ പരിശുദ്ധ ത്രിത്വവുമായുള്ള ബന്ധത്തിൽ ജീവിക്കാൻ സജ്ജീകൃതരാക്കുന്നു. അവയുടെ ഉൽപ്പത്തിയും ലക്ഷ്യവും വിഷയവും ത്രിയേക ദൈവമാണ്. ഇവിടെ ട്രാൻസ്ലേഷൻ്റെ എളുപ്പം മനസ്സിലാവുന്ന മറ്റൊരു വെർഷനാണ്. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണത്: ഹ്യൂമൻ വെർച്യൂസ് ആർ റൂട്ടഡ് ഇൻ ദ തിയോളജിക്കൽ വെർച്യൂസ് which adapt man's faculties for participation in the divine nature. ഈ ട്രാൻസ്ലേഷൻ കുറച്ചും കൂടി എളുപ്പം മനസ്സിലാവും. അതായത് അപ്പം ഞാൻ ഈ മലയാളത്തിൽ എഴുതിയേക്കുന്നത് അതേമാതിരി ഒന്ന് സെറ്റിംഗ് മാറ്റാണ്. മാനുഷിക സുഹൃതങ്ങൾ ദൈവിക സുഹൃതങ്ങളിൽ വേരുറപ്പിച്ചിരിക്കുന്നു. കണ്ടോ, ആ സെൻറ്റൻസിനെ ആദ്യ അവസാനം കൂടി ഒന്നിപ്പിച്ചു. മാനുഷിക സുഹൃതങ്ങൾ മനുഷ്യന്റെ ശക്തികളെ ദൈവിക പ്രതിയിൽ പങ്കുചേരാൻ യോജിച്ചവയാകുന്ന ദൈവിക സുഹൃതങ്ങളെ വേരുറപ്പിച്ചിരിക്കുന്നു എന്നതിനെ നമ്മൾ അല്പം മോഡിഫൈ ചെയ്ത് ഇങ്ങനെ വായിക്കാം. സെയിം സംഭവം. മാനുഷിക സുഹൃതങ്ങൾ ദൈവിക സുഹൃതങ്ങളിൽ വേരുറപ്പിച്ചിരിക്കുന്നു. മനുഷ്യന്റെ ശക്തികളെ, അതായത് ഫാക്കൽറ്റീസ്, മനുഷ്യന്റെ കഴിവുകളെ, ഹ്യൂമൻ ഫാക്കൽറ്റീസ്, മനുഷ്യന്റെ ശക്തികളെ ദൈവിക പ്രകൃതിയിൽ പങ്കുചേരാൻ യോജിച്ചവയാക്കുന്നു. അതാണ്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ആദ്യം മനസ്സിലാക്കേണ്ടത് മാനുഷിക സുഹൃതങ്ങൾ ദൈവിക സുഹൃതങ്ങളിൽ വേരുറപ്പിച്ചിരിക്കുന്നു. അത് മനുഷ്യന്റെ കഴിവുകളെ, മനുഷ്യന്റെ ശക്തികളെ ദൈവിക പ്രകൃതിയിൽ പങ്കുചേരാൻ യോജിച്ചവയാക്കുന്നു. ഇത് വലിയൊരു രഹസ്യമാണ്. ഇതിൻ്റെ വചനം കൊടുത്തിരിക്കുന്നത് നമ്മളെ വളരെ ഫേവറേറ്റ് വചനമാണ്. 2 പത്രോസ് 1:4. 2 പത്രോസ് 1:4. 2 പത്രോസ് 1:4. അതാണ്: ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങളെ പങ്കുകാരാക്കുന്നതിന് തൻ്റെ മഹത്വവും ഔന്നത്യവും വഴി അവിടെ നിന്ന് നിങ്ങൾക്ക് അമൂല്യവും ശ്രേഷ്ഠവുമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. വിശുദ്ധ പത്രോസിൻ്റെ ഈ പ്രഖ്യാപനം വലിയ രഹസ്യമാണത്. ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന്, ഇപ്പൊ നമ്മൾ സങ്കീർത്തനം 23 കേട്ടല്ലോ, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ്. അപ്പോൾ ഇത് അന്നും ഇന്നും ഉള്ള ഒരവസ്ഥയാണ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മുഴുവനും വിശദീകരിക്കപ്പെട്ടിട്ടില്ല. ലോകം മുഴുവനും വിശദീകരിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള ലോകത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് ആ
ദുരാശ മൂലം വിനാശമുണ്ടാക്കാവുന്ന അവസ്ഥയുടെ മധ്യത്തിലാണ് ഒരു ക്രിസ്ത്യാനി ജീവിക്കുന്നത് എങ്കിലും ദൈവിക സ്വഭാവത്തിൽ പങ്കുകാരാവുന്നത്, ഇത് ഒരുപാട് സ്ഥലത്ത് റെഫറൻസ് ഉള്ള ഒരു വചനമാണ്. എല്ലാ കൂദാശകളുടെയും അർത്ഥം അവിടെയാണ്. എല്ലാ കൂദാശകളും ദൈവിക സ്വഭാവത്തിൽ പങ്കുകാരാകാൻ, പാർട്ടിസിപ്പേഷൻ ഇൻ ഡിവൈൻ നേച്ചർ, പാർട്ടിസിപ്പേഷൻ ഡിവൈൻ. ഇപ്പൊ നമ്മൾ കൃപ എന്ന് പറയുന്നതും ദൈവീകത മാനുഷികതയിൽ ലയിക്കുന്നതാണ് കൃപ. ഈ ലോകത്തിൽ ഒരുപാട് വിനാശകരമായ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും അതിൻ്റെ മധ്യത്തിലാണ് മനുഷ്യനെ ജീവിക്കാൻ ദൈവം വിളിച്ചിരിക്കുന്നത്. എന്നാൽ ആ ലോകത്തിൻ്റെ ഭാഗമായിട്ടല്ല, ദൈവത്തിൻ്റെ മകളായിട്ട്. അതെങ്ങനെ സാധിക്കും? അത് സാധിക്കുന്നത് ഈ ദൈവിക സുഹൃതങ്ങളിലൂടെയാണ്, തിയോളജിക്കൽ വെർച്യൂസ്. അപ്പൊ ഇതിന് നമ്മൾ ഊന്നൽ കൊടുത്താൽ, അതിൻ്റെ വലിയ രഹസ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിന് ഊന്നൽ കൊടുത്താൽ, ഈ ലോകത്തിൽ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ, കണ്ടോ, അവിടുന്ന് നമ്മോട് കൂടെയുണ്ട്, അവിടുന്ന് നമ്മോട് കൂടെ നടക്കുന്നു, അവിടുന്ന് നമ്മളിൽ തന്നെ ഉണ്ട്, അവിടുന്ന് നമ്മളെ ദൈവിക സ്വഭാവത്തിൽ പങ്കുകാരാക്കുന്നു. ഇപ്പൊ നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുള്ള കുർബാനയിലെ പ്രാർത്ഥന, സർവജ്ഞനായ ഭരണകർത്താവും, കണ്ടോ, ഒരു ഭരണകർത്താവ്, അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകൻ, സകല നന്മകളുടെയും സകല സൗഭാഗ്യങ്ങളുടെയും ഉറവിടം ആയ ദൈവമേ. ഇനി എന്താ അടുത്ത പ്രാർത്ഥന? അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം, കണ്ടോ. അപ്പൊ ഇവിടെ നമുക്കിങ്ങനെ വേണ്ടി ചേർക്കാം, അങ്ങയുടെ ദൈവീക സ്വഭാവത്തിനൊത്ത വിധം ഞങ്ങളെ കടാക്ഷിക്കണേ, പരിപാലിക്കണേ, ഞങ്ങളെ അനുഗ്രഹിക്കണേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോ ദൈവിക സുഹൃതങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു രഹസ്യമാണ്. മാനുഷിക സുഹൃതങ്ങൾ, നമ്മൾ ഈ ദൈവിക സുഹൃതങ്ങൾ നിറഞ്ഞുകൊണ്ട് ഈ ഭൂമിയിൽ വിനാശകരമായ അവസ്ഥയുടെ മധ്യത്തിൽ മാനുഷിക സുഹൃതങ്ങൾ പ്രവർത്തിക്കേണ്ടവരാണ്. മാനുഷിക സുഹൃതം ഉണ്ടാകണമെങ്കിൽ മനുഷ്യനത് ഉണ്ടാക്കാൻ പറ്റുമോ? അത് ദൈവിക സുഹൃതങ്ങളിൽ നിന്നാണ്. അപ്പൊ അതാണ് ഇവിടെ ഇംഗ്ലീഷിൽ പറഞ്ഞത്, ദ ഹ്യൂമൻ വെർച്യൂസ് ആർ റൂട്ടഡ് ഇൻ തിയോളജിക്കൽ വെർച്യൂസ്. മാനുഷിക സുഹൃതങ്ങൾ ദൈവിക സുഹൃതങ്ങളിൽ വേരുറപ്പിച്ചിരിക്കുന്നു. അപ്പോൾ മലയാളത്തിൽ നമ്മൾ 1812 നമ്മൾ ഇങ്ങനെ ഒന്ന് ഫ്രേസ് ചെയ്യാം, മാനുഷിക സുഹൃതങ്ങൾ ദൈവിക സുഹൃതങ്ങളിൽ വേരുറച്ചിരിക്കുന്നു. ഇതാദ്യം പിടിക്കാം. അങ്ങനെ വേരുറച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് കിട്ടും? നമ്മൾ ദൈവിക സ്വഭാവത്തിൽ പങ്കുകാരാകുന്നു. നമ്മുടെ മാനുഷിക ശക്തികൾ, നമ്മുടെ മാനുഷിക കഴിവുകൾ, ഹ്യൂമൻ ഫാക്കൽറ്റീസ്, നമ്മുടെ ആത്മാവിന് ഒരുപാട് കഴിവുകളുണ്ട്, മനസ്സിന് കഴിവുകളുണ്ട്, ശരീരത്തിന് കഴിവുകളുണ്ട്, ചിന്തയ്ക്ക് കഴിവുകളുണ്ട്. ഈ കഴിവുകളെല്ലാം, ഇപ്പോൾ ഉദാഹരണത്തിന് നല്ലൊരു ഉദാഹരണം എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. ഇപ്പോൾ ആറ്റമിക് പവർ ഉണ്ടാക്കി, ആറ്റമിക് പവർ കണ്ടെത്തി, മനുഷ്യൻ്റെ ശക്തിയാണ്. എന്നാൽ ദൈവത്താൽ നയിക്കപ്പെട്ടപ്പോഴാണ് ആ ആറ്റമിക് പവർ കണ്ടെത്തിയത്. ഇനി മനുഷ്യന്റെ ശക്തി കൊണ്ട് ഇതിനെ മനുഷ്യന്റെ സുഹൃതത്തിന് വേണ്ടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ മനുഷ്യന്റെ നാശത്തിന് വേണ്ടി ഉപയോഗിക്കാം. കണ്ടോ, ഈ രണ്ട് വഴിയും മനുഷ്യന് തുറന്നു കിടക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്തു? ഒരു കൂട്ടര് അത് ഒരു യുദ്ധപ്പടക്കോപ്പിന് ഏറ്റവും പറ്റിയ സംഭവം ആണ്, ആറ്റമിക് ബോംബ് ഉണ്ടാക്കി മനുഷ്യരെ നശിപ്പിക്കാം, രാജ്യങ്ങളെ നശിപ്പിക്കാം. അങ്ങനെ ആറ്റമിക് ബോംബ് ഉണ്ടാക്കി. എന്നാൽ അതേ സമയത്ത് അവർ തന്നെ മറ്റൊരു കൂട്ടർ അതിൽ നിന്നുള്ള നന്മ ലോകത്തിന് കൊടുക്കാവുന്ന രീതിയിൽ ആറ്റമിക് പവർ പ്ലാന്റുകൾ ഉണ്ടാക്കി മനുഷ്യർക്ക് ആവശ്യമായ ഇലക്ട്രിസിറ്റിയും മറ്റു കാര്യങ്ങളെല്ലാം ഉപയോഗിക്കുന്നതിനുള്ള ഏറ്റവും വലിയൊരു മാർഗമാക്കി അതിനെ മാറ്റി. അപ്പോൾ എന്ന പോലെ ദൈവം നൽകിയിരിക്കുന്ന എല്ലാ നന്മയും എല്ലാം നമ്മൾക്ക് ദുരുപയോഗിക്കാനും സാധിക്കും, നന്നായി ഉപയോഗിക്കാനും സാധിക്കും. അപ്പോൾ മനുഷ്യൻ്റെ ശക്തികളെ, മനുഷ്യൻ്റെ കഴിവുകളെ, ദ ഹ്യൂമൻ ഫാക്കൽറ്റീസ് ദൈവിക പ്രകൃതിയിൽ പങ്കുകാരാക്കിയാൽ ഈ ആറ്റമിക് പവർ കൊണ്ട് ലോകം മുഴുവനെയും അഭിവൃദ്ധിപ്പെടുത്താൻ സാധിക്കും. മറിച്ച് മനുഷ്യൻ്റെ ശക്തികളെ ദൈവിക പ്രകൃതിയിൽ പങ്കുകാരാക്കാതെ ആ ദൈവിക ജ്ഞാനം തിരസ്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ
ഒപ്പോസിഷനാണ്. 2 പാർട്ടിയേ ഉള്ളൂ, ദൈവം പാർട്ടി, ലോകം പാർട്ടി, ഒപ്പോസിഷൻ പാർട്ടി. അപ്പോൾ ദൈവം പാർട്ടിയെ ആയിട്ട് ചേർന്ന് നിൽക്കുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി മറ്റേ പാർട്ടിയിലാണ്. അപ്പോഴാണ് ആറ്റമിക് ബോംബുണ്ടാക്കി, നമുക്കറിയാം ഹിരോഷിമ, നാഗസാക്കി, എപ്പോഴും ചരിത്രത്തിലെ ഒരു കറുത്ത വലിയ മാറ്റാൻ പറ്റാത്ത ഒരു ഭാഗമായി മാറി. ഓക്കെ, അപ്പം മനുഷ്യ സുഹൃതങ്ങൾ ദൈവിക സുഹൃതങ്ങളിൽ, മാനുഷിക സുഹൃതങ്ങൾ ദൈവിക സുഹൃതങ്ങളിൽ വേരുറപ്പിച്ചിരിക്കുന്നു. മനുഷ്യന്റെ ശക്തികളെ ദൈവിക പ്രകൃതിയിൽ പങ്കുചേരാൻ യോജിച്ചവയാക്കുന്നു. അതാണ് അപ്പം മാനുഷിക സുഹൃതങ്ങൾ ദൈവിക സുഹൃതങ്ങളിൽ വേരൂന്നിയിരിക്കുന്നു എന്ന രഹസ്യം പിടികൂടുക. അതിലൂടെ നമുക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാന ഗുണം മനുഷ്യന്റെ കഴിവുകൾ ദൈവിക സ്വഭാവത്തിൽ പങ്കുചേരണം, ഡിവൈൻ പാർട്ടിസിപ്പേഷൻ. അതിനുവേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അവനെ തന്നെത്താൻ ജീവിക്കാൻ വേണ്ടിയല്ല. ദൈവം സൃഷ്ടിച്ചു എന്നാൽ ശരി നീ നിന്റെ ഇഷ്ടമാതിരി ചെയ്തോളാ എന്ന് പറഞ്ഞ് അങ്ങ് വിടുകയല്ല ചെയ്തത്. ദൈവം തന്നെ അവന് വേണ്ടുന്നതെല്ലാം നൽകാൻ വേണ്ടി കർത്താവാണെൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല, പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. ഇനി അടുത്ത സെന്റൻസ് എന്തെന്നാൽ ദൈവിക സുഹൃതങ്ങൾ 1812 തന്നെയാണ്. എന്തെന്നാൽ ദൈവിക സുഹൃതങ്ങൾ നേരിട്ട് ദൈവത്തോട് ബന്ധപ്പെടുത്തുന്നു. പ്രൈസ് ദ ലോർഡ്. അതാണ് നേരിട്ട്, ഡയറക്റ്റ് കണക്ഷനാണ്. നേരിട്ട് ഇപ്പം നമ്മൾക്കൊരു ട്രെയിനുണ്ട്. ട്രെയിൻ ഓടണമെങ്കിൽ ഇലക്ട്രിക് പവർ വേണം. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു കൈ ഇങ്ങനെ പൊങ്ങണം, താഴെയും ചെയ്യാനാണ്. അത് പൊങ്ങി അത് ടച്ച് ചെയ്യുമ്പോൾ ഡയറക്റ്റ് കണക്ഷനാണ്, ഡയറക്റ്റ് പവർ. എന്ന പോലെ മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവം വസിച്ചുകൊണ്ട് ദൈവിക സുഹൃതങ്ങൾ നേരിട്ട് ദൈവത്തോട് ബന്ധപ്പെടുത്തുന്നു. ഇവിടെയാണ് താക്കോൽ. അവ ക്രൈസ്തവരെ പരിശുദ്ധ ത്രിത്വവുമായുള്ള ബന്ധത്തിൽ ജീവിക്കാൻ സജ്ജീകൃതരാക്കുന്നു. അതാണ് നമ്മൾ എഴുന്നേറ്റ് ആദ്യം ചെയ്യണ എന്താ? വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളെ ഞങ്ങൾ രക്ഷിക്കണേ, ഞങ്ങളുടെ തമ്പുരാനെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. കണ്ടോ, നമ്മളിൽ വസിക്കുന്ന ത്രിത്വത്തിലേക്ക് നമ്മൾ തിരിയണം. നമ്മളിൽ ക്രൈസ്തവരെ പരിശുദ്ധ ത്രിത്വവുമായുള്ള ബന്ധത്തിൽ ജീവിക്കാൻ സജ്ജീകൃതരാക്കുന്നു. എന്നിട്ട് എഴുതിയിരിക്കുന്ന അടുത്ത ഭാഗം വളരെ വിശേഷമാണ്. അവയുടെ ഉത്പത്തിയും ലക്ഷ്യവും വിഷയവും ത്രിയേക ദൈവമാണ്. ഉൽപ്പത്തിയും ലക്ഷ്യവും വിഷയവും ത്രിയേക ദൈവമാണ്. അതാണ് കർത്താവാണെൻ്റെ ഇടയൻ, വെളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാൾ കാണുന്നു, വെളിവീനടിയാരഖില താരമതാ വെളിവും നീ കാന്ത്യാനും നീ കതിരേശു ഗീപ്പിച്ചുയിടും. ഈ വെളിവാണ് വേണ്ടത്. എവിടെ നിന്നാണ് ഈ വെളിവ് കിട്ടണത്? പരിശുദ്ധ ത്രിത്വത്തിൽ നിന്ന്. അപ്പോൾ ഇവിടെ വായിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ വന്ന ഒരു വചനം, റോമാക്കാർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ അവസാനമാണ്. ആ 11-ാം അധ്യായത്തിൽ 13 വളരെ മനോഹരമാണ്. അത് പൗലോസ്ലീഹയുടെ വലിയ ഒരു പ്രഖ്യാപനമാണ്. ഹോ ദൈവത്തിൻ്റെ സമ്പത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ആഴം കണ്ടു. ഭയങ്കര എക്സ്ക്ലമേറ്ററി, ആശ്ചര്യജനകമായി. ദൈവത്തിൻ്റെ സമ്പത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ആഴം. എന്നിട്ട് അവസാനം എഴുതിയിരിക്കുകയാണ് 16:36, എന്തെന്നാൽ എല്ലാം അവിടുന്നിൽ നിന്ന്, അവിടുന്ന് വഴി അവിടുന്നിലേക്ക് എന്നേക്ക് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എല്ലാം അവിടുന്നിൽ നിന്ന്, അവിടുന്ന് വഴി അവിടുന്നിലേക്ക്. അപ്പോൾ ഇതിനെക്കുറിച്ച് വിശുദ്ധ അഗസ്തീനോസിൻ്റെ ഒരു വ്യാഖ്യാനമുണ്ട്.
അത് ത്രിത്വത്തെക്കുറിച്ച് തന്നെയാണ് അവിടെ പറയുന്നത്. എല്ലാം അവിടുന്ന് നിന്ന്, പിതാവിൽ നിന്ന് ഉണ്ടോ, അവിടുന്ന് വഴി അവിടുന്നിലേക്ക്, അവിടത്തേക്ക് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ അവയുടെ ഉൽപ്പത്തി ത്രിത്വമാണ്. ഈ ദൈവിക സുഹൃതങ്ങളിലെല്ലാം ഉൽപ്പത്തി പരിശുദ്ധ ത്രിത്വമാണ്. ലക്ഷ്യവും ത്രിത്വം തന്നെയാണ്, വിഷയവും ത്രിത്വം തന്നെയാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഇവിടെ ഈ പാരഗ്രാഫ് കഴിഞ്ഞു, നമ്മൾ അടുത്ത പാരഗ്രാഫിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത് എല്ലാ ദൈവിക സുഹൃതങ്ങളുടെയും ഉറവിടം പരിശുദ്ധ ത്രിത്വമാണ്. ഉൽപ്പത്തി, ലക്ഷ്യവും വിഷയവും. 3 points. ഉൽപ്പത്തി, ലക്ഷ്യം, വിഷയം. പുസ്തകം നോക്കി വായിക്കുന്നവർ അവിടെ തന്നെ ഓരോന്നിനും ഒരു ബോക്സ് ഇടണം. ഉൽപ്പത്തി ബോക്സ്, ലക്ഷ്യം ബോക്സ്, വിഷയം ബോക്സ്, ത്രിയേക ദൈവം നീണ്ട ബോക്സ്. അതാണ്. ഇതിനെയൊക്കെ പടമൊക്കെ വരച്ച് വെച്ച് പഠിക്കണം പുസ്തകത്തിൽ. അങ്ങനെ ആ പരിശുദ്ധ ത്രിത്വമായിട്ട് നമ്മൾ ജന്മനാ ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൂടാതെ നമ്മൾ മാമോദീസായിലൂടെ ആ ത്രിത്വൈക ദൈവത്തിൻ്റെ ദൈവിക സ്വഭാവം മുഴുവനും നമ്മിലേക്ക് വരുന്നു. അതാണ് ദൈവിക ജീവനിൽ ഭാഗവാക്കുകളാകാൻ, ദൈവിക സ്വഭാവത്തിൽ പങ്കുകാരാകാൻ നമ്മളെ വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഹ്യൂമൻ ഫാക്കൽറ്റീസ് എല്ലാം ദൈവീകരിക്കപ്പെടണം. ദൈവിക മാനുഷിക ശക്തികളെല്ലാം ദൈവീകരിക്കപ്പെടണം. അതെങ്ങനെ സംഭവിക്കുന്നു? മാനുഷിക സുഹൃതങ്ങൾ ദൈവിക സുഹൃതങ്ങളിൽ വേരുറപ്പിച്ചിരിക്കുന്നു. ക്ലിയർ ആയില്ലേ? അപ്പോൾ സാരാംശത്തിൽ നമ്മുടെ എല്ലാ കഴിവുകളുടെയും നിദാനം നമ്മിൽ വസിക്കുന്ന ത്രിത്വൈക ദൈവമാണ്. ആ ത്രിത്വൈക ദൈവത്തിൽ കുറവ് വല്ലതുണ്ടോ? ആ ത്രിത്വൈക ദൈവത്തിൽ സകലതും നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ഖണ്ഡികയിലേക്ക് പ്രവേശിക്കുന്നു. 1813. ഈ 2 ഖണ്ഡികകൾ ഈ ദൈവിക സുഹൃതങ്ങളുടെ ആമുഖമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു, നമ്മുടെ എല്ലാ കഴിവുകളും ദൈവീകരിക്കപ്പെടണം. മാനുഷിക സുഹൃതങ്ങൾ ദൈവിക സുഹൃതങ്ങളിൽ വേരുപാകിയിരിക്കുന്നു. അങ്ങനെ അതിലൂടെ നമ്മുടെ മാനുഷിക ശക്തികൾ ദൈവിക സ്വഭാവത്തിൽ പങ്കുചേരുന്നു. അത് ത്രിത്വത്തിൻ്റെ സഹവാസത്തിലൂടെയാണ്. അങ്ങനെ ആ ത്രിത്വൈക ദൈവം തന്നെ നമ്മളിൽ വസിച്ചുകൊണ്ട് നമ്മുടെ മനുഷ്യ പ്രകൃതിയെ മുഴുവനും ദൈവീകരിക്കുന്നു. നമ്മുടെ ചിന്തകളെ, നമ്മുടെ ഭാവനകളെ, നമ്മുടെ ശക്തികളെ, നമ്മളുള്ള ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും ഫാക്കൽറ്റീസ്, കഴിവുകളെല്ലാം ദൈവീകരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടെ നിന്നാണ് സകലത്തിൻ്റെയും ഉൽപ്പത്തിയും ലക്ഷ്യവും വിഷയവും. 1266 മാമോദീസായിൽ നമുക്ക് എന്തെല്ലാം ലഭിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അവസാനത്തെ വാക്യം പറയുന്നത്, അങ്ങനെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ പ്രകൃത്യാതീത ശക്തി മാമോദീസയിൽ വേരൂന്നിയിരിക്കുന്നു എന്നാണ്. അതായത് ദ സൂപ്പർ നാച്ചുറൽ ഓർഗാനിസം ഓഫ് എ ക്രിസ്ത്യൻ ലൈഫ് ഈസ് റൂട്ടഡ് ഇൻ ബാപ്റ്റിസം. അതാണ് ക്രിസ്ത്യൻ ലൈഫ്. ഒരു സൂപ്പർ നാച്ചുറൽ ഓർഗാനിസമാണ്. അതായത് ക്രിസ്ത്യാനികളുടെ പ്രകൃത്യാതീത ജീവിതത്തിൻ്റെ, ഒന്ന് വായിച്ചോളാം, 1266. അതിൻ്റെ ആദ്യം ഇതാണ്: പരിശുദ്ധമ ത്രിത്വം മാമോദീസ സ്വീകരിച്ച ആൾക്ക് വിശുദ്ധീകരണ കൃപാവരവും നീതീകരണ കൃപാവരവും നൽകുന്നു. ദൈവിക പുണ്യങ്ങളാൽ ദൈവത്തിൽ അവിടെ നിന്ന് പ്രത്യാശ വയ്ക്കാനും അവിടത്തെ സ്നേഹിക്കാനും അത് കഴിവുള്ളവനാക്കുന്നു. ഉണ്ടോ? ദൈവിക പുണ്യങ്ങൾ: വിശ്വാസം, പ്രത്യാശ, സ്നേഹം. കൂടാതെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ വഴി അവിടുത്തെ പ്രചോദനമനുസരിച്ച് ജീവിക്കാനും പ്രവർത്തിക്കാനും ശക്തി നൽകുന്നു. ധാത്മിക സുഹൃതങ്ങളിലൂടെ നന്മയിൽ വളരാൻ കഴിവ് നൽകുന്നു. അങ്ങനെ ക്രൈസ്തവൻ്റെ അതിസ്വാഭാവിക ജീവിതം, കേട്ടോ, ദ സൂപ്പർ നാച്ചുറൽ ഓർഗാനിസം ഓഫ് ക്രിസ്ത്യൻ ലൈഫ് എന്നാണ് അത് ഇംഗ്ലീഷിൽ പറയുന്നത്. ദ സൂപ്പർ നാച്ചുറൽ ഓർഗാനിസം ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. ജീവിതത്തിൻ്റെ സംവിധാനം മുഴുവനും മാമോദീസായിൽ വേരൂന്നിട്ടുള്ളതാണ്. അപ്പോൾ ക്രിസ്ത്യാനിയുടെ ജീവിതം
ഒരു അതിസ്വാഭാവിക ജീവിതമാണെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് 1813 വരാം. ദൈവിക സുഹൃതങ്ങൾ ക്രൈസ്തവ ധാർമ്മിക പ്രവർത്തനത്തിന് അടിസ്ഥാനമിടുകയും അതിനെ സജീവമാക്കുകയും അതിനെ സവിശേഷമാക്കുകയും ചെയ്യുന്നു. അതാണ് ഒന്ന്, അടിസ്ഥാനം, അതിനെ സജീവം. അതിൽ നിന്നുള്ള ശക്തിയിലൂടെയാണ് നമുക്ക് ധാർമ്മികതയിൽ വളരാൻ പറ്റുകയുള്ളൂ. അതാണ് സവിശേഷമാക്കുകയും ചെയ്യുന്നു. 3 കാര്യങ്ങൾ: ദൈവിക സുഹൃതങ്ങൾ, വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ക്രൈസ്തവ ധാർമ്മിക പ്രവർത്തനത്തിൽ ഫൗണ്ടേഷൻ, അടിസ്ഥാനം, അതിൽ വേരൂന്നിയിലായിരിക്കണം. അതിലാണ് നമ്മുടെ വിശ്വാസം വളരേണ്ടത്. അടിയുറയ്ക്കണം. അടിസ്ഥാനം, അതിനെ സജീവമാക്കണം, വൈബ്രന്റ്, ആ വിശ്വാസത്താൽ ജ്വലിക്കുന്നതും പ്രത്യാശയാലും സ്നേഹത്താലും ജ്വലിക്കുന്ന ഒരു ജീവിതമാക്കണം. 3, അതിനെ സവിശേഷമാക്കുകയും ചെയ്യണം. സവിശേഷമാക്കണം. അതായത് നമ്മളിൽ അതിൻ്റെ വളർച്ചയുണ്ടാകണം. അത് ഇഷ്ടംപോലെ വളരാനുള്ള സാധ്യതയാണ്. അതൊരിക്കലും അത് അനന്തമാണ്. അതുകൊണ്ട് അവസാനം വരെ വളരാനുള്ള സംവിധാനമാണത്. വളർച്ച ഒരിക്കലും നിലയ്ക്കാത്ത രീതിയിൽ വളരാം. എന്തോരം വേണമെങ്കിലും വളരാം. അവ സകല ധാർമ്മിക സുഹൃത്തുക്കൾക്കും അറിവ് പകരുകയും ജീവൻ നൽകുകയും ചെയ്യുന്നു. അതാണ് ധാർമ്മിക സുഹൃത്തുക്കൾ. ഈ ദൈവിക ശക്തിയില്ലാതെ വളരില്ല. അവ വിശ്വാസികളുടെ ആത്മാവിൽ ദൈവത്താൽ നിവേശിപ്പിക്കപ്പെട്ടവരാണ്. കണ്ടോ, ഈ ആത്മീയ സുഹൃത്തുക്കൾ, ദൈവിക സുഹൃത്തുക്കൾ നമ്മുടെ ധാർമ്മിക സുഹൃത്തുക്കളെ അടിസ്ഥാനപ്പെടുന്നതിനും സജീവമാക്കുന്നതിനും സവിശേഷമാക്കുന്നതിനും വേണ്ടി അവ വിശ്വാസികളുടെ ആത്മാവിൽ ദൈവത്താൽ നിവേശിപ്പിക്കപ്പെട്ടവരാണ്. അവർ ദൈവമക്കൾ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നതിനും നിത്യജീവന് അർഹത നേടുന്നതിനും അവരെ കഴിവുള്ളവരാക്കുന്നതിന് വേണ്ടിയാണത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ ജ്ഞാനസ്നാനത്തിലൂടെ ദൈവമക്കളാണ്. ആ ദൈവമക്കൾ എന്ന നിലയിൽ ആയിരിക്കണം നമ്മുടെ പ്രവൃത്തികൾ. ദൈവമക്കൾ എന്ന നിലയിൽ നമ്മളെ പ്രവർത്തിക്കണമെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള എല്ലാം നമുക്ക് കിട്ടണം. നമ്മുടെ പിതാവ്, ദൈവപിതാവ്, ദൈവപുത്രനായ ഈശോ, പരിശുദ്ധാത്മാവ്, ഈ മൂന്നും ഇവർ മൂന്നും നമുക്കിങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം. എന്തിനാണ്? ദൈവമക്കളെന്ന നിലയിൽ പ്രവർത്തിക്കുന്നതിനും നിത്യജീവൻ അർഹത നേടുന്നതിനും. നിത്യജീവന്റെ അർഹത ഇവിടെ വെച്ച് തന്നെ അത് ആരംഭിച്ചിരിക്കുന്നു. ആ അർഹത ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. വിശ്വസിക്കുന്നവന് ലഭിക്കുന്നു, വിശ്വസിക്കാത്തവൻ ലഭിക്കുന്നില്ല. വിശ്വസിക്കാത്തവൻ വിശ്വസിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം, അവന് വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് നമ്മൾ പറഞ്ഞത്. എല്ലാവരും പൂർണ്ണതയിലേക്ക് വന്നിട്ടില്ല. എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. ത്രിത്വൈക ദൈവം നമ്മിൽ വസിക്കുന്നു എന്ന കാര്യം തന്നെ നമ്മൾ എല്ലാ ദിവസവും കുരിശ് വരയ്ക്കുന്നവരാണെങ്കിൽ തന്നെയും ആ ത്രിത്വൈക ദൈവത്തിൻ്റെ സഹവാസത്തിൻ്റെ ശക്തിയും വ്യാപ്തിയും മാധുര്യവും വളരെ പേർക്ക് അറിയില്ല. അപ്പം അവർ ദൈവമക്കൾ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നതിനും നിത്യജീവന് അർഹത നേടുന്നതിനും അവരെ കഴിവുള്ളവരാക്കുന്നതിന് വേണ്ടിയാണത്. മനുഷ്യന്റെ ഇന്ദ്രിയ ശക്തികളിലുള്ള പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന്റെയും പ്രവർത്തനത്തിന്റെയും അച്ചാരമാണവ. മനുഷ്യന്റെ ഇന്ദ്രിയ ശക്തി എന്ന് പറഞ്ഞാൽ ഫാക്കൽറ്റീസ്. നമ്മളുടെ വ്യക്തിത്വത്തിൽ ഒരുപാട് കഴിവുകൾ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. ദൈവം നൽകിയിരിക്കുന്നതാണ് എല്ലാ കഴിവുകളും. സകലതും അവിടുന്ന് വഴി അവിടുന്നിലേക്ക്. ഈ കഴിവുകളെല്ലാം ഫാക്കൽറ്റീസ് മനുഷ്യന്റെ ഇന്ദ്രിയ ശക്തികളിലുള്ള പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന്റെയും പ്രവർത്തനത്തിന്റെയും, അതാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന ആത്മാവാണ്. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. എപ്പിക്ലെസിസ്, വിശുദ്ധ കുർബാനയിൽ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമുക്ക് മറക്കാൻ പറ്റുമോ? ഇത് കുർബാനയിൽ മാത്രമല്ല, ഈ പരിശുദ്ധാത്മാവ് ഏത് നിമിഷത്തിലും നമ്മൾ വിളിച്ചോ വരും. കുർബാനയിൽ വളരെ പ്രത്യേകമായിട്ട് വരുന്നു. Father, you are holy, the fountain of all holiness. All holiness and life come from you through Jesus Christ by the working of the Holy Spirit. കണ്ടോ,
ബൈ ദ വർക്കിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നമ്മുടെ മലങ്കര കുർബാനയിൽ അതിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു തിരുവസ്ത്രം എടുത്തുകൊണ്ട് ഇങ്ങനെ 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 കാണിക്കുന്നത് അതിൻ്റെ ഒരു അടയാളമാണ് ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ അടയാളമാണത്. അത് മനോഹരമാണില്ലേ? ഇങ്ങനെ ത്രൂ ദ വർക്കിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് therefore send thy spirit upon these gifts and make them holy. കണ്ടോ? അപ്പം അത് വിശുദ്ധ കുർബാനയിൽ അത്ഭുതകരമായിട്ട് അവിടെ സംഭവിക്കുന്നതാണല്ലോ നമ്മളുടെ കുർബാനയുടെ പ്രധാന രഹസ്യം. അവിടെ ഒരു പ്രാർത്ഥനയുണ്ട്. എലിയ പ്രവാചകൻ ആ യാഗവസ്തുക്കൾ അവിടെ ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവേ എനിക്കുത്തരമരുളണമേ, എനിക്കുത്തരമരുളണമേ, എനിക്കുത്തരമരുളണമേ. 3 പ്രാവശ്യം. മറ്റുള്ളവരെല്ലാം വേറെ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. ബാലദേവനെ പ്രാർത്ഥിച്ചിട്ട് വല്ലത് കിട്ടിയോ? എന്നാൽ ഒറ്റയ്ക്ക് ഏലിയായുടെ ആ ധൈര്യവും ഏലിയായുടെ വിശ്വാസവും നോക്കണം. 400 ചില്ലാനും പ്രവാചകന്മാര് ദൈവത്തെ വിട്ട് വേറെ ആൾക്കാരെ പൂജിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് എന്തോ ഒരു മനുഷ്യന്റെ അജ്ഞതയാണ്. 400 പ്രവാചകന്മാരും ദൈവത്തെ തിരസ്കരിച്ചു. ഏലിയ ഒരാള് മാത്രം. കണ്ടോ? നമ്മൾ ഈ സമൂഹത്തെ അല്ല നോക്കേണ്ടത്, മെജോറിറ്റി അല്ല നോക്കേണ്ടത്. ഏലിയ ഒരാള് മാത്രം. ഏലിയ വെല്ലുവിളിക്കുകയാണ്, നിങ്ങൾ 400 പേര് ഇപ്പോ ദഹന ബലി അർപ്പിച്ചോ, പക്ഷെ തീ കൊളുത്തരുത്. നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവം വന്നത് തീ കൊളുത്തട്ടെ, ഞാനും പ്രാർത്ഥിക്കും. ഏത് ദൈവത്തിൽ നിന്നാണ് അല്ലെങ്കിൽ ആരിൽ നിന്നാണ് തീ ഇറങ്ങി വരുന്നത്? അതാണ് യഥാർത്ഥ ദൈവം. കണ്ടോ? വിശ്വാസം നോക്കൂ. അതാണ് വിശ്വാസം, പ്രത്യാശ, സ്നേഹം. വിശ്വാസത്തിൻ്റെ ആരംഭം നോക്കിയേ. ആ വിശ്വാസം നോക്കി ഏലിയ വിശ്വസിച്ച വിശ്വാസം നോക്കി. ദൈവം കൊടുത്തിരിക്കുന്ന വിശ്വാസമാണ്. ആ ദൈവം കൊടുത്തിരിക്കുന്ന വിശ്വാസം ഇവിടെ വെല്ലുവിളിയോടെ പറയുകയാണ്, നിങ്ങൾ 400 പേര് നോക്ക്, ഞാൻ ഒരാൾ നോക്കാം. പ്രൈസ് ദ ലോർഡ്. ഇതാണ് ക്രിസ്ത്യാനിയുടെ വിശ്വാസം. അതിൻ്റെ ഓർമ്മയാണ് അവിടെ വിശുദ്ധ കുർബാനയിൽ. ആ പരിശുദ്ധാത്മാവിനെ ആവാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് വൈദികൻ സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു, കർത്താവേ ഉത്തരമരുളണമേ, കർത്താവേ ഉത്തരമരുളണമേ, കർത്താവേ ഉത്തരമരുളണമേ. ഏലിയ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവമേ, അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ദൈവമേ, ഈ ജനം മുഴുവനും ഇതറിയുന്നതിനും അങ്ങാണ് യഥാർത്ഥ ദൈവമെന്ന് മനസ്സിലാകുന്നതിനും ഇപ്പോൾ അങ്ങയുടെ അഗ്നി ഇറങ്ങി വരട്ടെ. അഗ്നി ഇറങ്ങി വന്നു. വിശ്വാസം, ഇതാണ് വിശ്വാസം. ലോകം മുഴുവനും പറയുന്നതല്ല കേൾക്കേണ്ടത്. ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം, ദൈവവുമായിട്ട് ബന്ധപ്പെടണം, ദൈവവുമായിട്ട് ലയിക്കണം. അഗ്നി ഇറങ്ങി വന്നു. പ്രൈസ് ദ ലോർഡ്. കണ്ടോ? മനുഷ്യന്റെ ഇന്ദ്രിയ ശക്തികളിലുള്ള പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന്റെയും പ്രവർത്തനത്തിന്റെയും അച്ചാരമാണ്. ദൈവിക സുഹൃതങ്ങൾ 3 എണ്ണമുണ്ട്: വിശ്വാസം, പ്രത്യാശ, സ്നേഹം.